ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെറുപയർ കറിയും ഇടിയപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം കുതിർത്തി വെച്ച ചെറുപയർ നമുക്ക് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും കൂടിയിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് നന്നായി ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് മാവിലേക്ക് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവിയിട്ട് നന്നായി കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറുപയറിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ചൊഴിക്കാം. എന്നിട്ട് കടുക് താളിക്കാം കേട്ടോ. അധികം ചേരുവകളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ചെറുപയർ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് അച്ചിൽ മാവൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇത് ഇവിടെ തന്നെ പൊടിച്ചൊരു പൊടിയാണ് കേട്ടോ. അരിപ്പൊടി പൊടിച്ച് നന്നായി വറുത്തെടുത്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊടി തന്നെയാണ്. അങ്ങനെ ഇഡ്ഡലി ചെമ്പിൻ്റെ 2 തട്ടിൽ മാവൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഏത് ഭക്ഷണവും ചൂടോടെ തന്നെ കഴിക്കണമല്ലോ, അപ്പോഴല്ലേ ടേസ്റ്റ്. അങ്ങനെ നല്ല ചൂട് ഇടിയപ്പവും ചെറുപയർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ.